രാഹുലിന്റെ ആരോപണത്തിൽ ACC എന്ത് നിലപാടിലേക്ക് കടന്നു എന്നുള്ളതാണ് ഇവിടെ നിർണായകൻ. രാഹുലിനോട് രാജിവെച്ച അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ രാജി എപ്പോഴുണ്ടാകുമെന്നതാണ് ഉറ്റുനോക്കുന്നത്. വൈകിട്ടത്തോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ആ പദവി ഒഴിയുക എന്നുള്ള കൃത്യം നിർദ്ദേശത്തിലേക്ക് ACC കടന്നിരിക്കുന്നു. ഇത്രയധികം വിഷയങ്ങൾ, ഗുരുതരമായ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന അതൃപ്തി ACC പരിശോധിച്ചു എന്ന് വേണം ഈ സമയത്ത് മനസ്സിലാക്കാൻ. എന്തായാലും കേന്ദ്ര നേതൃത്വം ആ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് പദവിയിൽ നിന്ന് ഒഴിയാൻ ആവശ്യപ്പെടുകയാണ്. ഒരുപക്ഷെ മാറ്റി നിർത്താവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുക്കപ്പെട്ട ആളായതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനോട് രാജിവെക്കാനുള്ളൊരു സമയം നൽകിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് തന്നെ രാജി വെക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റേതായിരുന്നു. അത് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി KPCC അധ്യക്ഷൻ പ്രതികരിക്കാനുണ്ട്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ഷാഫി പറമ്പിലും വിറ്റി ബൽറാം ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരിക്കേണ്ടതുണ്ട്. ഷാഫി പറമ്പിൽ ഡൽഹിയിലുണ്ട്. അവിടെ പാർലമെന്റ് സമ്മേളനം നടക്കുന്നതുകൊണ്ട് ഇന്നിപ്പോൾ വർഷകാല സമ്മേളനത്തിന്റെ അവസാന ദിവസത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട യാത്രയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ആ രീതിയിൽ പല പ്രതികരണങ്ങളും ഇനിയും വരാനുണ്ട്. ഇപ്പോൾ എടുത്തിരിക്കുന്ന ACCയുടെ തീരുമാനത്തിൽ കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട്. പ്രതികരണം ഡൽഹിയിൽ നിന്നുണ്ടാകുമോ എന്നറിയേണ്ടതുണ്ട്. സജു തോമസ് ചേരുന്നുണ്ട്. സജു, വിഷയം വളരെ ഗൗരവതരമാണ്. ACC വരെ ഇടപെടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ACC എത്തിയിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിന്റെ വിശദാംശങ്ങളും ഒപ്പം തന്നെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം ഡൽഹിയിൽ നിന്നുണ്ടാകുമോ? എന്തായാലും ഈ തീരുമാനം രാവിലെ തന്നെ നൽകിയിരുന്നു. പ്രത്യേകിച്ച് സംസ്ഥാന പദവി അധ്യക്ഷൻ രാജിവെക്കണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായിട്ടും ഉന്നയിച്ചിരുന്നത്. അതിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോകലെന്നാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വാഭാവികമായിട്ടും നിലവിൽ ഉയർന്നു വന്ന ആരോപണങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നു വന്ന ആരോപണങ്ങളിലും അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളടക്കം വന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹം രാജിവെക്കണമെന്നുള്ള നിർദ്ദേശം AICC നൽകിയത്. ആ നിർദ്ദേശത്തിന്മേൽ ഇന്ന് തന്നെ രാജി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് AICCക്ക് ഇദ്ദേഹത്തിന്റെ ആരോപണങ്ങളിൽ ചില സ്ക്രീൻഷോട്ടുകൾ അടക്കമുള്ള പരാതികൾ ലഭിച്ചു എന്നാണ് ചില വിവരങ്ങൾ പറയുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾ ഷാഫി പറമ്പിലിന്റെ പ്രതികരണത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. അദ്ദേഹം ഇന്ന് പാർലമെന്റിൽ എത്തിയിട്ടില്ല. ഇന്ന് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അവസാനിക്കുകയാണ്. ഇന്നിപ്പോൾ നേതാക്കളൊക്കെയും എന്തായാലും ഡൽഹിയിൽ നിന്ന് മടങ്ങും. അതിന് മുന്നോടിയായിട്ട് ഇവിടുത്തെ ഷാഫി പറമ്പിൽ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഏറ്റവും അധികം വ്യക്തിബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഷാഫി പറമ്പിൽ. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ഏറെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ ഷാഫി പറമ്പിലിന്റെ വസതിക്ക് മുൻപിൽ, അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിന് മുൻപിലാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഉടൻ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം വന്ന സ്ഥിതിക്ക് ഇനി എന്താവും തുടർ നീക്കം എന്നുള്ളതാണ് നോക്കുന്നത്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി വന്നാൽ ഉടൻ തന്നെ ഷാഫി പറമ്പിലിന്റെ ഒരു പ്രഖ്യാപനം, ഔദ്യോഗികമായിട്ടുള്ള ഒരു അദ്ദേഹത്തിന്റെ ബൈറ്റും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് AICC ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ന് തന്നെ രാജിവെക്കണം എന്നുള്ളതാണ് കാര്യം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് തലയുയരണമെങ്കിൽ സംസ്ഥാന പദവി അധ്യക്ഷ സ്ഥാനം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു നിർദ്ദേശമാണ് ഇന്നലെ തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തി ഇന്ന് രാവിലെ നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഈ പരാതികൾ വന്നപ്പോൾ തന്നെ പാർട്ടി തലത്തിൽ, പാർട്ടിയുടെ ആഭ്യന്തര തലത്തിൽ അന്വേഷണം നടത്തിയിരുന്നു. അതിൽ വസ്തുത ഉണ്ടെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് രാജിവെക്കണം എന്നുള്ള നിർദ്ദേശം ചില കോണുകളിൽ നിന്ന് ഉയർന്നു വരികയും സംസ്ഥാന പദവി അധ്യക്ഷൻ രാജിവെക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തണം എന്നുള്ള ഒരു ആവശ്യം ഉയർന്നു വന്നു. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നത പദവി അലങ്കരിക്കുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു വീഴ്ച പറ്റിയെങ്കിൽ അത് പാർട്ടിക്ക് വളരെ കളങ്കമേൽപ്പിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ വിഷയത്തിന്മേൽ അദ്ദേഹത്തിന്റെ പ്രതികരണമല്ല പ്രധാനം, അദ്ദേഹത്തിന്റെ രാജി തന്നെയാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു നീക്കത്തിലേക്ക് AICC നീങ്ങിയിരിക്കുന്നത്. ഹൈക്കമാൻഡിൽ തന്നെ ഇത് ആദ്യം തന്നെ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ തന്നെ ഹൈക്കമാൻഡിൽ ചില നേതാക്കളടക്കം ഈ വിഷയം നേരത്തെ അറിവുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ ചില നേതാക്കളടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണവും, അതായത് ഇത്തരം സംഭവങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ നടത്തിയിരുന്നില്ല. പരാതി ഉന്നയിച്ചിട്ട് പോലും അവരുടെ ഭാഗത്ത് നിന്ന്, ഈ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല എന്നാണ് ഈ പരാതിക്കാരികൾ പറയുന്നത്. അതൊരു കൂടിയാലോചനയിൽ ഉണ്ടാകേണ്ട തീരുമാനമായിരുന്നു. എന്ത് നിലപാട് കേരളത്തിലെ നേതാക്കൾ എടുക്കണം എന്നുള്ളത് ആ രീതിയിൽ ആ ആലോചനകൾക്ക് ശേഷം പ്രതികരിച്ചിരിക്കുന്നു. ഇനി KPCC അധ്യക്ഷൻ മാത്രമാണ് വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്. പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണമായിരുന്നു ഏറ്റവും ശ്രദ്ധേയം. രാഹുലിനെതിരായിട്ടുള്ള ആരോപണങ്ങളിൽ
രാഹുലിനെ കൈവിട്ട രീതിയിലായിരുന്നു വി.ഡി. സതീഷിന്റെ പ്രതികരണം. മുഖം നോക്കാതെ നടപടിയെടുക്കും, കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. എന്ത് നടപടി എന്നതിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ നേതാക്കൾക്കെതിരെ ഒരു പരാതി വന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, മകളെ പോലെയുള്ള ആളാണ്, ആ രീതിയിൽ തന്നെ അതിനെ കൈകാര്യം ചെയ്യുമെന്നും മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു. മാത്രമല്ല, നമുക്കറിയാം രമേശ് ചെന്നിത്തല ഇത് വെച്ച് താമസിപ്പിക്കുന്നത് പാർട്ടിയെ സംബന്ധിച്ച് കേരളത്തിൽ നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണെന്ന് ACC അറിയിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഇതിൽ KPCC അധ്യക്ഷന്റെ നിലപാട് നമുക്ക് അദ്ദേഹത്തിന്റെ രാവിലത്തെ 2 വാക്കെങ്കിൽ ആ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചിരിക്കുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും, ഇപ്പോൾ ഇതാ കെ സുധാകരന്റെ പ്രതികരണവും വന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടിയുടെ ഉന്നത നേതൃത്വമാണ് അടിയന്തരമായി നടപടിയെടുക്കേണ്ടതെന്ന് കോൺഗ്രസ് നേതാവ് കെ സുധാകരനും പ്രതികരിക്കുകയാണ്. താൻ KPCC അധ്യക്ഷനായിരിക്കുമ്പോൾ പരാതികളൊന്നും കിട്ടിയിട്ടില്ല, താനായിരുന്നു അധ്യക്ഷനെങ്കിൽ പെട്ടെന്നൊരു തീരുമാനമെടുക്കുമായിരുന്നുവെന്നും കെ സുധാകരൻ പ്രതികരിച്ചു. ആ പ്രതികരണത്തിലേക്ക്. ഇതിനെ സംബന്ധിച്ച് വ്യക്തിപരമായ അഭിപ്രായം പറയുന്നത് ഈ സംഭവത്തെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ടതെന്നും അഭിപ്രായം പറയേണ്ടതെന്നും പാർട്ടിയാണ്. പാർട്ടി തലത്തിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിനെതിരായൊരു അലിഗേഷൻസ് വന്നാൽ അലിഗേഷൻസ് എങ്ങനെ ചെയ്യണമെന്നത് പാർട്ടി തീരുമാനിക്കണം. അത് കെ സുധാകരനും വി.ഡി. സതീശനുമല്ല തീരുമാനിക്കുന്നത്. ഇല്ല, ഇങ്ങനത്തെ ഒരു ആരോപണം ഒരിക്കലും എൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. വളരെ ഗൗരവമുള്ള പരാതിയാണ് എന്നാണ് പറയുന്നത്. പാർട്ടി അത് പരിശോധിക്കണം, നടപടിക്ക് മുൻകൈയെടുക്കണം. കേന്ദ്ര നേതൃത്വമാണ് ഇതിൽ മുൻകൈയെടുക്കേണ്ടത് എന്നാണ് കെ സുധാകരൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ അതൃപ്തിയും വളരെ പ്രകടമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നു മാധ്യമങ്ങളോട് എന്നുള്ളതാണ്. എല്ലാ നേതാക്കളും എല്ലാ രീതിയിലും രാഹുൽ മാങ്കൂട്ടത്തിലെ കൈവിടുന്ന കാഴ്ചയാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണ് എന്ന് പറഞ്ഞു നിർത്തുന്നുണ്ട് ചില നേതാക്കളെങ്കിലും. അതുകൊണ്ട് തന്നെ ACC ഈ വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ട് തന്നെ രാജി എപ്പോഴെന്നുള്ള വാർത്തയാണ്, രാജിവെച്ചു എന്നുള്ള വാർത്തയാണ്. കേരള നേതാക്കളും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ACC ആണ് ഇതിൽ കൂടുതൽ ഇടപെടൽ നടത്തുന്നത്. ACCക്ക് കേരളത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകൾക്കനുസരിച്ച് ഒരു തീരുമാനമെടുക്കാൻ സാധിച്ചിരിക്കുന്നു. അതാണ് ഈ രാജി എന്നുള്ളത്. പുറത്താക്കേണ്ട, രാജിവെച്ച് പോട്ടെ എന്നുള്ള നിലപാടിലേക്കാണ് ACC എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ, ഇല്ലെങ്കിൽ വൈകിട്ടത്തിനുള്ളിൽ തന്നെ ആ തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിൽ അംഗീകരിക്കാനും രാജിവെക്കാനുമുള്ള സാധ്യതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.